സുഹൃത്തുക്കളെ, ഗുജറാത്തിലെ വഡോദരയിലാണ് കേട്ടോ ഞാനിപ്പോ. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായിട്ടുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റി അഥവാ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ആ ഒരു പ്രതിമ കാണാനാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു കാഴ്ചകളിലേക്ക് പോവാം. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് കയറാനായിട്ട് 3 തരം ടിക്കറ്റുകളാണ് ലഭ്യമായിട്ടുള്ളത്. ഒന്ന്, പ്രതിമ കാണാൻ വേണ്ടി മാത്രമുള്ള 180 രൂപയുടെ ടിക്കറ്റ്. 2, വ്യൂവിംഗ് ഗാലറി കൂടി ഉൾപ്പെടുന്ന 380 രൂപയുടെ ടിക്കറ്റ്. 3, 1030 രൂപയുടെ എക്സ്പ്രസ് ടിക്കറ്റ്. ക്യൂവിലൊക്കെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് എക്സ്പ്രസ് ടിക്കറ്റ് എടുത്ത് കയറാവുന്നതാണ് കേട്ടോ. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കിയാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുന്നതാണ്. വീക്കെൻഡ്സിലൊക്കെ ഭയങ്കര തിരക്കായതുകൊണ്ട് നേരത്തെ തന്നെ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോകുന്നതാണ് കേട്ടോ നല്ലത്. തിരക്ക് കാരണം എനിക്ക് ആകെ പ്രതിമയിലേക്കുള്ള ടിക്കറ്റ് മാത്രമാണ് കിട്ടിയത്. തൽക്കാലം ഇപ്പൊ അതുകൊണ്ട് തൃപ്തിപ്പെടുക മാത്രമേ ഉള്ളൂ വഴി. സ്വകാര്യ വാഹനങ്ങളിൽ വന്നവര് ടിക്കറ്റ് കൗണ്ടറിന് അടുത്ത് തന്നെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി വെച്ചിട്ട് പിന്നെ അവിടുന്ന് സ്റ്റാച്ചുവിന്റെ ആ ഒരു ഭാഗത്തേക്ക് ബസ്സിൽ പോകണം കേട്ടോ. അങ്ങോട്ടേക്ക് എപ്പോഴും ബസ് സർവീസുകളുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ബസ്സിൽ കയറിയിട്ട് സ്റ്റാച്ചുവിന്റെ ആ ഒരു എൻട്രൻസിലേക്ക് പോവാം നമുക്ക്. ഇനി നിങ്ങൾ സ്വകാര്യ വാഹനങ്ങൾക്കല്ല പകരം പൊതുഗതാഗതത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട് ഈ റിക്ഷകളും ടാക്സികളും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ ബസ്സിൽ കയറി ഒരു 10 മിനിറ്റ് യാത്ര ചെയ്തിട്ട് നമ്മൾക്ക് ഇവിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്കുള്ള ആ ഒരു എൻട്രൻസിൽ എത്തിച്ചേരാം. അപ്പൊ സുഹൃത്തുക്കളെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അകത്തേക്ക് കയറാനായിട്ട് ഇവിടെ സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ബാഗും നമ്മളുടെ ബോഡിയും എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ സ്റ്റാച്യുവിന്റെ അവിടെ വരെ പോകാനായിട്ട് എസ്കലേറ്റേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ആ എസ്കലേറ്റേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ചെന്ന സമയത്ത് നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞാൻ എസ്കലേറ്റർ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതിമയുടെ ഒരു ദൂരെ നിന്നുള്ള വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വന്നേക്കുന്നത് ഒരു വെള്ളിയാഴ്ചയാണ്. നല്ല തിരക്കാണ്. വീക്കെൻഡ് ആയിരുന്നില്ല, എന്നിട്ട് പോലും നല്ല തിരക്കാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ വീക്കെൻഡും വീക്ക് ഡേയ്സും എല്ലാം ഈ ഒരു തിരക്ക് ഉണ്ടാവും തോന്നുന്നു കേട്ടോ. കാരണം കൂടുതലും സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ 100 പേര് 150 പേരുടെ ഒക്കെ ഗ്രൂപ്പ് ആയിരിക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റിയെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം. 2018 ഒക്ടോബർ 31 തീയതിയാണ് ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉദ്ഘാടനം ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ ഒരു സ്ഥലം പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ആണെന്ന് അർത്ഥം. ഗുജറാത്തിലെ കെവാഡിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പ്രതിമയ്ക്ക് 182 മീറ്റർ അഥവാ 600 അടിയാണ് കേട്ടോ ഉയരം. അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്ക് 93 മീറ്ററാണ് ഉയരം. ഏതാണ്ട് അതിന്റെ ഇരട്ടി ഉയരം ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കണ്ടെന്ന് അർത്ഥം. ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമകളുടെ ഒരു ലിസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതിൽ 2ാം സ്ഥാനത്ത് ചൈനയാണ് കേട്ടോ ഉള്ളത്. ഇവിടെ തൊട്ടടുത്ത് കാണുന്ന നദി നർമ്മദ നദിയാണ് കേട്ടോ. നർമ്മദ നദിയുടെ തീരത്താണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പ്രതിമ പൂർണ്ണമായിട്ടും ഇരുമ്പിൽ തീർത്ത പ്രതിമയാണ്. ആ ഒരു ഇരുമ്പിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെമ്പാടുമുള്ള കർഷകരോട് അവരുടെ ഉപയോഗശൂന്യമായ ഇരുമ്പ് ആയുധങ്ങളൊക്കെ സംഭാവന നൽകാനായിട്ട് ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ അങ്ങനെ തന്നെ 5000ഓളം ടണ്ണ് ഇരുമ്പാണ് കേട്ടോ കിട്ടിയത്. അപ്പൊ അതെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രതിമ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്. ഏകദേശം 3000 കോടിയോളം രൂപ ചെലവിട്ടിട്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഈ ഒരു സ്റ്റാച്യു നിർമ്മിക്കപ്പെടുന്നത്. ഇന്ത്യൻ കൺസ്ട്രക്ഷൻ കമ്പനി ആയിട്ടുള്ള ലാർസൻ ആൻഡ് ടൂബ്രോ ആണ് 33 മാസം എടുത്തിട്ട് ഈ ഒരു പ്രതിമ നിർമ്മിക്കുന്നത്. ഇന്ത്യയിലെ 500-ലധികം പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് വലിയ പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് മോദി സർക്കാരാണ് ഈ ഒരു മോണമെന്റ് ഒക്കെ പണിയുന്നത്. എന്തായാലും ഇന്ന് ഗുജറാത്തിലെ തന്നെ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റി. 2023 50 ലക്ഷത്തിലധികം ആളുകളാണ് ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റി സന്ദർശിച്ചിട്ടുള്ളത്. ഓരോ വർഷവും ഈ ഒരു നമ്പർ കൂടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഗുജറാത്തിലത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ സർദാർ പട്ടേൽ പ്രതിമയുടെ മുകളിലേക്കൊക്കെ നമുക്ക് കയറാൻ പറ്റും. അപ്പൊ അങ്ങോട്ടേക്കൊക്കെ വ്യൂവിംഗ് ഗാലറി ടിക്കറ്റുകളൊക്കെ എനിക്കൊന്ന് മുകളിലാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് എന്തായാലും പ്രതിമ കാണാൻ വേണ്ടി മാത്രമുള്ള ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അത് മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ വ്യൂവിംഗ് ഗാലറി ഉൾപ്പെടെയുള്ള ടിക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ മുകളിലേക്കുള്ള ഭാഗങ്ങളിലേക്കൊക്കെ എൻട്രൻസ് അലൗഡ് ആണ്. അങ്ങോട്ടേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ. എന്തായാലും ഇവിടെ താഴെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അദ്ദേഹത്തിനെ പറ്റിയുള്ള ചരിത്രപരമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം താഴെ പല സ്ഥലങ്ങളിലായിട്ട് അതിന്റെ കട്ട്ഔട്ട്സും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ താഴെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളിൽ ഒരു ഭൂരിഭാഗം പേരും പ്രതിമ മാത്രം കണ്ടിട്ട് പോവുകയല്ല ചെയ്യുന്നത്. ഇവിടെ അകത്ത് വന്ന് ഇതെല്ലാം കാണുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അകത്ത് നല്ല തിരക്കുണ്ട്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ കുട്ടികളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഒറ്റയടിക്ക് ഒരു 100-150 പേരൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ മുഴുവൻ സമയങ്ങളിലും നല്ല തിരക്കാണ് കേട്ടോ. ഇതിനകത്തും അദ്ദേഹത്തിന്റെ പ്രതിമകളുണ്ട്, അദ്ദേഹത്തിന്റെ ശില്പങ്ങളുണ്ട്, അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള കുറെ കഥകളുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയിട്ടും ബാക്കിയുള്ള ആളുകളുടെയൊക്കെ കോൺട്രിബ്യൂഷൻസും അങ്ങനെ കുറെ കാര്യങ്ങൾ ചെറിയ ചെറിയ രീതിയിൽ അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ വന്ന പ്രതിമ ആയതുകൊണ്ട് തന്നെ മോദിജിയുടെ പടം പല സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും മോദിജി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. BJP സർക്കാർ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഒട്ടും പിന്നിലല്ലോ. എന്തായാലും ഇവിടെ വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കട്ടൗട്ട്സും ഈ കാണുന്ന റൈറ്റിംഗ്സും ഒക്കെ മുഴുവനായിട്ട് വായിച്ചു നോക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ വായിച്ച് സാവകാശം ഈ സ്ഥലം കാണുക. എനിക്ക് തോന്നുന്നത് മുഴുവനായിട്ടൊക്കെ കാണാനായിട്ട് ഒരു ഫുൾ ഡേ എന്തായാലും വേണ്ടി വരും. പിന്നെ അടുത്ത് തന്നെ സർദാർ സരോവർ ഡാം ഉണ്ട്, വാലി ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്, അങ്ങനെ വേറെയും കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു 1 ഡേ ഫുൾ ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള അതിനുള്ള വകുപ്പുണ്ട് ഇവിടെ. അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു ദിവസം മുഴുവനായിട്ട് ഇതിനുവേണ്ടി മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരിക. പിന്നെ ടിക്കറ്റ് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുക. അത് കഴിയുമെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യൂയിങ് ഗാലറി ഉൾപ്പെടെയുള്ള ടിക്കറ്റ് തന്നെ എടുക്കുക. പിന്നെ മാക്സിമം നേരത്തെ തന്നെ വരാൻ ശ്രമിക്കുക. രാവിലെയൊക്കെ വരാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു തിരക്കിലൊക്കെ അതനുസരിച്ചിട്ടുള്ള കുറവുണ്ടാവും. തിരക്ക് കൂടുന്തോറും നമുക്ക് ആ ഒരു സ്ഥലം ഭയങ്കര എന്താ പറയുക സഫോക്കേഷനും ആ ഒരു വീർപ്പുമുട്ടലൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഞാനേ വന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് ആ ഒരു തിരക്കിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 5-6 മണിക്കൂറോളം ഞാൻ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. കാരണം ഇതിനുള്ളിലത്തെ തിരക്ക് അങ്ങനത്തെ തിരക്കായിരുന്നു, നമുക്ക് മടുപ്പ് വരുന്ന തിരക്കായിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് പറ്റിയ അബദ്ധങ്ങളൊന്നും നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത്. നിങ്ങൾ വരുന്ന സമയത്ത് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുക. ആ ഒരു ദിവസം മുഴുവനായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരിക. അഹമ്മദാബാദിൽ നിന്നാണെങ്കിലും ഒരു 2-3 മണിക്കൂറത്തെ യാത്രയുണ്ട് ഇങ്ങോട്ടേക്ക്, ബറോഡയിൽ നിന്നാണെങ്കിലും ഒരു 2 മണിക്കൂറത്തെ യാത്രയുണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പൊ അതനുസരിച്ച് പ്ലാൻ ചെയ്യുക. പിന്നെ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും സമയമെടുത്ത് നല്ല സാവകാശത്തോടെ തന്നെ കാണുക, അതൊക്കെ വായിച്ചറിയുക. എന്തായാലും ഗുജറാത്തിൽ വരുന്നവർ, പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളൊക്കെ വരുന്നവർ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഞാനെന്തായാലും ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാൻ കേട്ടോ. ഒരുപാട് വലിച്ചു നീട്ടാതെ ചെറിയൊരു വീഡിയോ ഒക്കെ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളതും. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ INB യാത്രയിൽ, നമ്മുടെ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ യാത്രയിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ബറോഡയിലാണ്. ഇനി അങ്ങോട്ടേക്ക് ബറോഡയിലത്തെ കുറച്ച് വീഡിയോസ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ അഹമ്മദാബാദിലേക്കായിരിക്കും പോകുന്നത്. അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിരിക്കും ഇനി വരാനുണ്ടാവുക കേട്ടോ. അപ്പൊ എല്ലാവരും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ഇടുമ്പം അതും കാണാൻ ശ്രമിക്കുക. അപ്പൊ ഓക്കെ, ബൈ.